ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. നല്ല ഓഫറുള്ള സമയത്ത് ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ ചെയ്യാറുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ഷോപ്സി എല്ലാത്തിൽ നിന്നും തന്നെ ഷോപ്പ് ചെയ്യാറുണ്ട്. മുൻപ് ആ വീഡിയോസൊക്കെ ചെയ്തിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ അതിൻ്റെ ലിങ്കുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് 4 പ്രൊഡക്ട്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ഒക്കെ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ സമയത്ത് വാങ്ങിയതാണ് 4 പ്രോഡക്റ്റ്സ്. അപ്പോൾ അത് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് ഒരു ടീഷർട്ടാണ്. ഇതിനൊക്കെ റേറ്റ് ഞാൻ കൊടുക്കാം കേട്ടോ. റേറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് 4 വാങ്ങിയതുകൊണ്ട് ഒക്കെ ഏകദേശം 140-150 റേഞ്ചിലാണ് വരുന്നത്. അതായത് 144, 145 അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെയൊക്കെ ലിങ്കോ കോഡില്ലല്ലോ, ഫ്ലിപ്കാർട്ടല്ലേ, അപ്പോൾ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ബ്ലാക്ക് ടീഷർട്ട് എനിക്കില്ല, അപ്പോൾ അത് കാരണം ബ്ലാക്ക് ടീഷർട്ട് വാങ്ങണം കരുതി ഓർഡർ ചെയ്താൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് പാളിപ്പോയതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല ഗൈസ്, പക്ഷേ മാറിപ്പോയി. ഞാനത് പെട്ടെന്ന് ബുക്ക് ചെയ്തപ്പോൾ ക്ലോത്ത് മെറ്റീരിയൽ നോക്കാൻ മറന്നുപോയി. വലിയുന്ന ടൈപ്പാണ്, പക്ഷെ ചൂട് നന്നായിട്ട് എടുക്കും. നല്ലപോലെ ചൂടെടുക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അതാണ് വലിയ സന്തോഷമൊന്നുമില്ലാത്ത. പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇതിൽ എന്ത് ഓപ്പൺ ചെയ്താലും എനിക്ക് വലിയ പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടാവില്ല. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എനിക്കൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇട്ട് നോക്കിയിട്ടുണ്ട്, കറക്റ്റ് ഫിറ്റിലാണ് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ലൂസുള്ളതാണ് സാധാരണ ഇടാറുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പാളിപ്പോയി. എന്ത് ബോധത്തിൽ ബുക്ക് ചെയ്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പിന്നെ ഇത് ഞാൻ കുറേ കാലം കൊണ്ട് വാങ്ങണം എന്ന് വിചാരിക്കുന്ന സംഭവമാണ് ഇയറിംഗ് ഓർഗനൈസർ. ഇയറിങ്സ് ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരുപാടൊന്നുമില്ല, പക്ഷേ ഉള്ളതൊക്കെ കുറച്ച് നന്നായിട്ട് സൂക്ഷിക്കണമല്ലോ. ഇത് വാങ്ങി വെച്ചിട്ട് വേണം ഇയറിംഗ് കളക്ഷനൊക്കെ ചെയ്യാൻ, പ്രോപ്പറായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. അത് പിന്നെ ചെയ്യാം ഗൈസ്. അപ്പം ഇയറിങ്സ് ഞാൻ ഓൺലൈനിൽ വാങ്ങാറുണ്ട് കോംബോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു റേറ്റിൽ കണ്ടപ്പോഴാണ്, ഒരു നല്ല കുറഞ്ഞൊരു വിലയ്ക്ക് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ തന്നെ ഞാനതൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ 3 എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് കളഞ്ഞു പോയാലും വാങ്ങാൻ പാകത്തിന്. അടുത്ത പ്രൊഡക്റ്റും ഒരു ഡ്രസ്സാണ്, ടോപ്പാണ്. ഇത് 144 രൂപ എങ്ങാനുള്ളൂ. കോട്ടൺ ആയിരുന്നു. അത് ഞാൻ ഇട്ട് നോക്കാനുള്ളത് കൊണ്ട് മടി പിടിച്ചിട്ട് ഞാനത് ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ആ ഡ്രസ്സ് ഒന്ന് ലാസ്റ്റ് കാണിക്കാം. കോട്ടൺ ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ. ഇതും ഒരു ഓർഗനൈസറാണ്, ബാംഗിൾസ് ഓർഗനൈസറാണ്. പക്ഷേ ബാംഗിൾസ് എനിക്ക് ഒത്തിരി ഇല്ല. എനിക്കാകെ ഒരു 3-4 സെറ്റ്, കൂടിപ്പോയാൽ 4 സെറ്റ് ഉണ്ടാവും. അത് തന്നെ അമ്മ വാങ്ങിച്ചു തന്നാൽ 2 സെറ്റ്. ഞാനങ്ങനെ വാങ്ങിക്കാറില്ല. കുപ്പിവളകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടി പോയി. ഉത്സവം വല്ലതും വരുമ്പോൾ 2-3 എണ്ണം വാങ്ങിക്കുന്നല്ലാതെ ഞാൻ ബാംഗിൾസ് യൂസ് ചെയ്യാറില്ല. എപ്പോഴും കൈ കാലിയായിരിക്കും. വാച്ച് ഉണ്ടാവും എന്നല്ലാതെ വേറൊരു സാധനം ഉണ്ടാവില്ല. ഇപ്പോൾ ചാനലൊക്കെ ആയി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ കമ്മലുകൾ അതുപോലെ ബാംഗിൾസൊക്കെ വാങ്ങി വെക്കുന്നത്. അപ്പം ഇനി വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി വാങ്ങുമ്പോൾ അത് വെക്കാനൊരു സംഭവം വേണമല്ലോ. ആക്ച്വലി എനിക്ക് സ്റ്റാൻഡ് പോലത്തെ സംഭവം ഉണ്ട്. അത് ഞാൻ വാങ്ങാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് 3.5 വയസ്സുള്ള മോളാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം ഞാനത് ടേബിളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മോളതെടുത്തിട്ട് പൊട്ടിക്കും. കുപ്പിവളകളാണ് ഉള്ളത്, എനിക്കിപ്പോൾ ഉള്ളത് കുപ്പിവളകളാണ് അധികം. അപ്പം അത് പൊട്ടിക്കും. പിന്നെ അത് അവളെടുത്തിട്ടുകൊണ്ട് നടക്കും. പിന്നെ അത് ഞാൻ പെറുക്കിക്കൊണ്ട് നടക്കണം, എല്ലാ സാധനവും പെറുക്കിക്കൊണ്ട് നടക്കണം. എന്തായാലും ടേബിളിലല്ലേ വെക്കാൻ പറ്റൂ. അപ്പോൾ ഇതാകുമ്പോൾ ഞാൻ കട്ടിലിൻ്റെ അടിയിലോ എങ്ങാനും ഭദ്രമായിട്ട് സൂക്ഷിച്ചോളൂ, അവൾ കാണാതെ. എടുക്കരുത് പറഞ്ഞാലും കേൾക്കില്ല. അപ്പം അത് കാരണം ആണ് ഇങ്ങനത്തത് വാങ്ങിയിട്ടുള്ളത്. മറ്റേത് കുറച്ചുകൂടി അവൾ വലുതാകുമ്പോൾ വാങ്ങാം. ഇത്രയേ ഉള്ളൂ എനിക്ക് ബാംഗിൾസ്. അപ്പോൾ ലാസ്റ്റ് കാണിക്കുന്നത് ടോപ്പ് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ 144 അങ്ങനെ എന്തോ വരുന്നുള്ളൂ. കോട്ടൺ ആണ്, അടിയിൽ ലൈനിങ് ഇല്ല. സ്റ്റിച്ച് നമ്മൾ ആസ് ഓൾവേസ് നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അതൊന്ന് സ്റ്റിച്ച് ചെയ്യണം, എന്നാലേ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അത് സീ ത്രൂ ആയിരിക്കാനാണ് സാധ്യത കാണുന്നത്. ഞാൻ ലൈറ്റിൽ നിന്ന് നോക്കിയിട്ടില്ല. ഇത് രാത്രിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷേ കട്ടിയില്ലാത്ത ഫാബ്രിക്കും ഒക്കെ ആണ്, ക്ലോത്തൊക്കെയാണ്. അത് കാരണം നമ്മൾ ഒരു ഇന്നർ യൂസ് ചെയ്തിട്ട് ഇടേണ്ടി വരും. പിന്നെന്താ, പക്ഷേ നല്ല പ്രിൻ്റാണ് ഇത്. ഇനി കഴുകി ആഫ്റ്റർ വാഷ് റിവ്യൂ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇടാം. ഈ 2 പ്രൊഡക്റ്റിൻ്റെതും ഇടാം കേട്ടോ. ഇത് നല്ലൊരു പ്രിൻ്റാണ്, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. എനിക്ക് ഓൾറെഡി ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇട്ട് നോക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ലൂസുള്ള ടൈപ്പ് ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടം. ഭയങ്കര ഷേപ്പായിട്ടുള്ളത് ഞാൻ ഇടാറില്ല പൊതുവേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രൈസിന് വേർത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്തിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഹൈപ്പ് ചെയ്യാൻ മറന്നവരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കും. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.